ഹലോ ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് ഒരു ജസ്റ്റ് നമ്മളൊരു ആടുജീവിതം, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്, എല്ലാവരും ആടുജീവിതം കണ്ടു. അപ്പോൾ എനിക്കും കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഹസിനോട് സൂചിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു എന്നാൽ പോയി കണ്ടോ. അപ്പോൾ അതിലൊരു ഉദ്ദേശമുണ്ട്, കാരണം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുന്നത് നീ അറിയണം എന്നുള്ള ലെവലായിരിക്കണം. അതുകൊണ്ട് സ്നേഹത്തോടെ നീ പോയിട്ട് വാ, കണ്ടിച്ച് വാ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആരെല്ലാം പോകുന്നത്? ഞാൻ, അമ്മയും അച്ഛനും അനിയനും. അപ്പോൾ 2008 2020 ശേഷമാണ് അമ്മയെല്ലാം ടാക്കീസ് കാണുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയും ഹാപ്പിയാണ്. നമ്മൾ നാലാൾ ഇതുവരെ അങ്ങനെ പോയിട്ടുണ്ട്, എല്ലായിടത്തും അങ്ങനെ തന്നെ പോയി. പക്ഷേ തിയേറ്ററിൽ പോകലില്ല. അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ പറയും ആ പടം ടി വിയിൽ വരും, അങ്ങനെ വന്നിട്ട് നമ്മൾ കാണലാ പതിവ്. ടി വിയിലില്ലെങ്കിൽ ഫോണിൽ ഒരിക്കലും അച്ഛൻ വരത്തില്ല. പക്ഷെ ഞങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഹസിൻ്റെ കൂടെ പോകും, പിന്നെ ഫ്രണ്ട്സ്, പിന്നെ ഫാമിലീസ്, വേറെ ഫാമിലീസ്, അതായത് ഹസിൻ്റെ ഫാമിലീസിൻ്റെ കൂടെ പോക്കുന്നുണ്ട്, അനിയനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ട്. പക്ഷേ അമ്മ പാവം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അമ്മക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അവനെ കുട്ടീനെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അനിയൻ ഇപ്പോഴത്തെ സൈഡിലുണ്ട്, നല്ല ഹാപ്പിയാണ്. പിന്നെ കാരണം നമ്മൾ ഇതുവരെ കൂടി, അതായത് 2008 എന്ന് പറയുമ്പോൾ ഈ 2024 വരുമ്പോഴത്തേക്ക് എത്ര വർഷം പിന്നിട്ടു. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് അമ്മേൻ്റെ. പക്ഷെ അമ്മ ഭയങ്കര എക്സൈറ്റായി വിചാരിച്ചത് നല്ല കോമഡി പടമായിരിക്കും. ഒരിക്കലല്ല, അത് ഞാൻ പറഞ്ഞിനി, ഒരു അവാർഡ് പോലത്തെ പടമെന്ന് ഞാൻ പറഞ്ഞിനി. പക്ഷേ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഒരു സാഡ് മൂവി കണ്ടതിൽ ഭയങ്കര സാഡുണ്ട്. അങ്ങനെയല്ല, അതൊന്നും അറിയണമല്ലോ. പക്ഷേ എല്ലാവരും എന്താ പറയുക, ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പോവുക. പക്ഷെ നമ്മൾ ആ ഒരു അനുഭവം അറിയണമെന്ന് വെച്ചിട്ടാണ് കാണാൻ പോയത്. സാവി അടിപൊളി ഹാപ്പിയാണ്. സാവി പിന്നെ പടം കാണാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. പക്ഷേ സാവി പടമൊന്നും കാണാൻ ഞാൻ വിടില്ല, കാരണം ഇത്ര ചെറുപ്പത്തിൽ അങ്ങനെ സ്ക്രീനൊന്നും കാണണ്ട. പിന്നെ ഏറ്റവും ഹൈലൈറ്റായ ഒരു പാർട്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെയല്ല, അത് ആ ഒരു മരുഭൂമീൻ്റെ ആ ഒരു ഇത് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഭയങ്കര സങ്കടമുള്ള മൂവിയാണ്. റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇത് അനുഭവിച്ച ആ വ്യക്തിക്ക് മാത്രമേ ഈ പടത്തിലെല്ലാം ക്യാപ്ചർ ചെയ്തില്ല എന്നാണ് ഡയറക്ടറും എല്ലാവരും പറയുന്നത്. പക്ഷേ അത് അനുഭവിച്ച ആൾക്ക് മാത്രമേ തിരിയുമെന്നാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെയാണ് അടിപൊളി പടമാണ്. പടം എന്ന് പറയാൻ ഒരു രക്ഷയില്ല. പക്ഷേ സാഡായി പോകും, അത് കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഈ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ടാക്കീസിൽ നിന്ന് പടം കണ്ടു, അങ്ങനെ മടങ്ങി ഗൈസ് നമ്മൾ. അപ്പോൾ നമ്മൾ ഓട്ടോ തന്നെയാണ് നമ്മൾ പോക്ക്. പിന്നെ ആ ഒരു ഇങ്ങനെ പോസ്റ്ററെല്ലാം കാണുമ്പോൾ ജസ്റ്റ് അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോയി പോകുന്നു. കാരണം അത് നടന്ന കഥയല്ലേ. ആ ഒരു നജീബ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു വിങ്ങൽ മനസ്സിൽ ഇപ്പോഴും തങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്, ചെറിയ വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.